കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സൂപ്പർ കിഡ്സിലേക്ക് ഹാർദമായ സ്വാഗതം. കൂടുതൽ കാലം സൂര്യചന്ദ്രന്മാരെ ദർശിച്ചിട്ടുള്ള പഴമക്കാർ, പഴയ ആളുകൾ പറയാറുണ്ട്, നീ പൊന്നാണ്, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന്. പൊന്നിന് അത്രയേറെ വിലയുണ്ട്. പൊന്ന് തന്നെയാണ് ഏറ്റവും വിലയുള്ളതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഒളിമ്പിക്സിലോ ഏഷ്യാഡിലോ മത്സരിച്ചുകൊണ്ട് കേരളത്തിലേക്ക് സ്വർണം എത്തിക്കാൻ നമ്മുടെ കായിക താരങ്ങൾക്കോ മറ്റുള്ളവർക്കോ കഴിഞ്ഞില്ലെങ്കിലും ശരിക്കും വിമാനത്താവളം വഴി നമുക്ക് നാട്ടിലേക്ക് സ്വർണം എത്തിക്കാൻ നമ്മുടെ ഇന്ത്യക്ക്, മലയാളികൾക്ക് കഴിയുന്നു. സ്വർണ്ണത്തോട് എപ്പോഴും നമുക്കൊരു പ്രത്യേക താല്പര്യം. സ്വർണം പോലെ തന്നെ ആവട്ടെ മക്കൾ എന്ന് ഞാൻ പറയുന്നില്ല. മക്കളെ വേറൊരു അർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ അവരെ ലാളിക്കുന്നു, വളർത്തുന്നു. ഉപദ്രവിക്കാതെ നോക്കുക, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. വന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കും സൂപ്പർ കിഡ്സിലേക്ക് സ്വാഗതം. ശ്രേയ, ഹായ്. മുഹമ്മദ് ഫൈറൂസ്, ഹായ്. മുഹമ്മദ് അൻസിൽ അലി, ഹായ്. അലീഡ ജി ജോമി. ഹായ്. ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ ചന്ദനച്ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാനൊരു മീൻകാരി പെണ്ണിനെ കണ്ടു. എവിടെ പോയപ്പോഴാണ്? ഏത് ചന്ത? എത്ര ചിരിച്ചാലും എത്ര കരഞ്ഞാലും പെണ്ണല്ലേടി, തുള്ളി തുളുമ്പി നടക്കണ പെണ്ണിന് എന്തൊരു ചേലാണടി. ഇതാര് തന്ന ഉടുപ്പാണ്? അച്ഛനാണോ അമ്മയാണോ? അമ്മ. അച്ഛൻ തന്നില്ലേ ഒന്ന് വാങ്ങിച്ച്? അച്ഛൻ ഇപ്പോൾ ചെന്നിട്ടില്ല. അമ്മ എന്ത് വാങ്ങിച്ചു തന്നു? അമ്മ ഇത്. ഏത്? ഇത്. ഇതോ? ഇത് മമ്മിയാ. ഇതോ? ഇത് പപ്പി മമ്മി. കൊടകരയിൽ കബഡിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നാരം. ചാലക്കുടിയല്ലേ വീട്? ചാലക്കുടിയിൽ എവിടെയാ? കാഞ്ഞിരപ്പള്ളി. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? UKG. ബിരിയാണി അല്ലേ ഇഷ്ടം? ചിക്കനോ മട്ടനോ വെജിറ്റബിളോ? എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുക്കുവോ? ഒരു പാട്ട് പാടും. ചിക്കൻ ബിരിയാണി ഇന്ന് വാങ്ങിത്തരും. ഒരു പാട്ട്. കള്ളുക്കുപ്പിയും ബസും കിട്ടളെ വേണ്ടാലോ, കള്ളം കപ്പിയും വെട്ടി വിഴുങ്ങി അന്തിക്ക് ഷാപ്പില്ലറക്കാലോ, നാവടിക്കടി നാട്ടാരുണ്ടടി നണക്കടടി കേട്ടാല്, ഷപ്പിക്കേറി മിനങ്ങാത്തന ആരാണ്ട് തര പുണ്യാളൻ, ഷപ്പിക്കേറി മിനങ്ങാത്തന ആരാണ്ട് തര പുണ്യാളൻ. നല്ല പാട്ടാണ്. കൊടങ്കണക്കിന് കള്ളു കുടിക്കണ്, മൂത്തള്ളയ്യന് വിരുന്നൊരുക്കണ്, കുഴലി പത്തിരിയും പൊരിച്ച കോഴിയും മീൻ വറുത്തതും വെച്ചതും വേണാടി, അല്ലെ നേരം കൂട്ടാനും വേണം. പേരെന്താണ്? ശ്രേയ. നാണക്കേടാക്കല്ലേ, അല്ലെ നേരം കൂട്ടാനും വേണം. പേര് ശ്രേയ. നാണക്കേടാക്കല്ലേ. കുടിയന്മാരുടെ പാട്ടാണ് ശ്രേയ പാടിയത്. കൊള്ളാം. അപ്പൊ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണം. ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരും. അച്ഛന്റെ പേരെന്താണ്? അജി. അമ്മയുടെ പേരോ? സൗമ്യ. അമ്മ ഇച്ചിരി കുറുമ്പിയല്ലേ? ഇല്ലേ? അമ്മക്ക് ഇടേണ്ട പേര് കുറുമ്പി എന്നാ, സൗമ്യ എന്നല്ല. അമ്മയുടെ പേരെന്താണ്? അമ്മ എനിക്ക് മുടിയേ കൊള്ളില്ലാത്ത പോലെ അമ്മ നല്ല ഭംഗി. അമ്മ എവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോഴും കൊള്ളില്ലാത്ത രീതിയിൽ മോക്കി ഇരി കൊടുത്തിട്ട് അമ്മ നല്ല സുന്ദരി കുട്ടപ്പിയായിട്ട് വരുമെന്നാണ് ആര് പറയണത്? ശ്രേയ പറഞ്ഞത്. സത്യമാണ് അല്ലേ? അമ്മനെ നോക്ക്, മോളെ നോക്ക്. അല്ല, മോളെ ആരമ്മ? അമ്മ. അമ്മനെ നോക്കും, മോളെ നോക്കും. ഇല്ലേ? അമ്മ ഇത്തിരി കുറുമ്പി കറക്റ്റ് അല്ലേ? അമ്മ തല്ലുവോ അച്ഛൻ തല്ലുവോ? അമ്മ. അപ്പൊ അമ്മനെ അച്ഛൻ വഴക്ക് പറയില്ലേ? എന്തു പറയും? അയ്യോ തല്ലല്ലേ. അപ്പൊ അമ്മ എന്ത് ചെയ്യും? അച്ഛനെ തല്ലുവോ? പിന്നെ അമ്മ ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടുമ്പോ അമ്മയുടെ മുഖം എങ്ങനെയാ? പോലീസ് അറിഞ്ഞാൽ, കോടതി അറിഞ്ഞാൽ, സമൂഹം അറിഞ്ഞാൽ, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ അറിഞ്ഞാൽ അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലിടും. കുട്ടികളെ ഉപദ്രവിക്കരുത്, കൊലക്കൊന്നും അടിക്കരുത്, ഇരുമ്പോടിക്ക് അടിക്കരുത്. ചെറിയ ചൂരൽ കിട്ടും, നേരിയത് ചെറിയ ഈർക്കിലി കിട്ടും. ഈർക്കിലി എല്ലാം കൂടി ഒന്നിച്ചാൽ ചൂലായി പോവും. ചൂലെടുക്കരുത്, ഈർക്കിലി. പിന്നെ അതുകൊണ്ടുള്ള ചെറിയ ചൂരലി, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവിടെ ചെറിയ വടികളൊക്കെ ഉണ്ടാവും.
അതൊക്കെ എടുത്തിട്ട് ഒരു 3-4 അടി ഇത് വിടാം. ഒരു 3-4 അടി വിടാം. അപ്പോൾ അവിടെ പൊട്ടും. അപ്പോൾ ഉപ്പും മുളകും കൂടി ഇട്ടിട്ട് അവിടെ പതുക്കെ തേച്ച് കൊടുക്കണം. അപ്പോൾ എന്താ സുഖം വേണോ? അപ്പം നന്നായിട്ട് പഠിക്കണം. ഇപ്പം ചെറുതായിട്ടേ തല്ലുന്നുള്ളൂ, അതിഷ്ടം കൊണ്ടാണ്. നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിക്കുമോ? പഠിച്ച് ആരാവും? ഡോക്ടറാവും. ചാലക്കുടി, അതിരമ്പുഴ, അല്ലെങ്കിൽ എന്താ പറഞ്ഞത് കാഞ്ഞിരപ്പിള്ളി, ആ ഭാഗത്ത് ഒരു ഡോക്ടർ വരാൻ പോകുന്നു. എന്നിട്ട് ആര് ചികിത്സിക്കും വീട്ടിൽ ആദ്യം? അമ്മക്കാണ് അസുഖം. അമ്മക്കാണ് അസുഖം. അതുകൊണ്ട് അമ്മയെ ഇപ്പോഴേ ചികിത്സിക്കണം. അമ്മക്ക് എന്ത് മേടിച്ചു കൊടുക്കും? ആപ്പിൾ മേടിച്ചു കൊടുക്കും, ഓറഞ്ച് മേടിക്കുമോ, നെല്ലിക്ക മേടിച്ചു കൊടുക്കും? നെല്ലിക്ക. അമ്മയ്ക്ക് ആവശ്യം ഇപ്പോൾ നെല്ലിക്കയാണ്. നെല്ലിക്ക വേണ്ട രീതിയിൽ വിനിയോഗിച്ച് അമ്മ അടങ്ങുക, അച്ഛനെ പോലെ ആകുക. പാട്ട് ഇനി അറിയുമോ? പാട്ട് പാടാൻ അറിയൂ? ഇനിയുണ്ട്. ഒരു പാട്ട് പാടിക്കോ. ഒരു ചിക്കൻ കൂടി മേടിച്ചു കൊടുക്കണം. മേടിച്ചു കൊടുക്കുമോ? യെസ്. ഉരുണ്ട പാറമ പരന്ന കല്ലും മലക്കം വെച്ച് കിടന്നപ്പോ ഒടുക്കത്ത കൊതു കുത്തന കൊതു മാന്നന് ഹൈ കുത്തല്ലേ കൊതു മാന്തല്ലേ കൊതു കൊതിനോടല്ലേ പറയണ. കൊതുക് കുത്തുന്നു മാന്തുന്നു. കൊതുക് ആരെ പോലെയാണ് വീട്ടില്? അച്ഛനെ പോലെയാണോ അമ്മയെ പോലെയാണോ? കുത്തണ് കൊതു മാന്തണ് നിന്നെ കൊത്തി വലിച്ചങ്ങ് കളയണ്. അമ്മക്കിന്ന് അമ്മക്ക് ജോലി എന്താ? കമ്പ്യൂട്ടർ വർക്കാ. കമ്പ്യൂട്ടർ വർക്കിന്റെ അവിടെ പോയിരുന്ന് ചെമയൊക്കെ കേട്ട് വരുമ്പോഴാണ് ആരെ കിട്ടണത്? ശ്രേയെ കിട്ടണത്. വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെയുണ്ട്? അപ്പച്ചനും മേരിയമ്മയും. അപ്പച്ചൻ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. മേരി വളർത്തിയ കുഞ്ഞാട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. ആരാണ് ആ കുഞ്ഞാട്? അപ്പച്ചൻ. നല്ല കുട്ടിയാണ്. നല്ല അച്ഛനുണ്ട്, അമ്മയുണ്ട്, നല്ല അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്. ചാലക്കുടിയിലാണ് വീട്. ഇനി അവിടെ വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. നല്ല പാട്ടൊക്കെ പാടണം, നന്നായിട്ട് പഠിക്കണം, ഡോക്ടർ ആവണം കേട്ടാ. വീട്ടിൽ ആരാണ് മണ്ടത്തരം പറയണത്? അപ്പോ നമുക്കിനി അടുത്ത ദിവസം കാണാം. വീണ്ടും നമ്മൾ സൂപ്പർ കിഡ്സിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ ചെറിയ ചുണ്ടലി, ഒരു കുഞ്ഞലി, അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെ പാവത്തിനെ പോലെ ഇരിക്കുന്നു. പക്ഷേ ചെറിയവനാള് സൂക്ഷിക്കണം, ആള് മിടുക്കനായിരിക്കും. ആരാകും പഠിച്ചു? പ്ലെയിൻ വെള്ളത്തിൽ കഴുകുന്ന ആളാണോ? പ്ലെയിൻ ഓടിക്കുന്ന ആളാണ്. ഇപ്പൊ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? UKG ആയിട്ടുള്ളൂ. പ്ലെയിൻ എന്നുള്ള വാക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പഠിച്ചിട്ടില്ല. എവിടെയാണ് വീട്? പത്തനാപുരത്താണ് വീട്. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഉത്തരത്തിൽ ചത്തുകുത്തിയിരിക്കുന്നു. എത്ര തത്ത? 5 അല്ല. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിയിരിക്കുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത. പത്തനാപുരത്ത് 10 പച്ചത്തത്ത. പറഞ്ഞേ. ഒരു പാട്ട് പാടിക്കേ. ആനക്കെട്ടി തൊറ്റ കെട്ടി താന കെട്ടി പോല കെട്ടി ആന വന്നു ഓല കെട്ടി അമ്മ നിന്നെ അമ്മ വന്നു കൂട് കണ്ടു മോനെ അച്ഛ ചേച്ചി അമ്മ വന്നു ചേച്ചി കെട്ടി അമ്മേ അച്ഛ പോലീസ് വന്നു അമ്മ കെട്ടി അമ്മ കെട്ടി താലം കെട്ടി അമ്മ പോയി തല്ലം കെട്ടി ആഹി ഇഷ്ടം അമ്മപ്പ. ഞാൻ ഇതിനിവിടെ എവിടെയും കെട്ടിയിട്ടേ. ഈ കവിത എഴുതിയ ആകെ ഒരു അച്ഛനും ഒരു അമ്മയും ഒരു പോലീസും എല്ലാത്തിനും കൂടി കെട്ടിയിട്ടിട്ടുള്ള ഒരു കളിയാണ് അവർ കിടന്ന് കളിച്ചത്. ഇതാരാ പഠിപ്പിച്ചത് ഈ പാട്ട്? ഞാൻ തന്നെ പഠിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോ. ഇതിന് എവിടെയെങ്കിലും കെട്ടിയിടണമെന്നും എനിക്ക് എവിടെയെങ്കിലും കെട്ടി തോന്നണമെന്നും തോന്നി. ടീച്ചറിന്റെ പേരെന്താണ്? ശുഭ ടീച്ചർ. ശുഭയാത്ര, ശുഭരാത്രി, ശുഭസുപ്രഭാതം. നല്ല അടിക്കും. കിട്ടണ്ട്, അമ്മായിട്ട് കിട്ടണ്ട്. സ്കൂളിൽ പോകത്തേ ഇല്ല. ഇവ ടീച്ചർ നല്ല ടീച്ചർ, ബെസ്റ്റ് ടീച്ചർ, നല്ല അടിയാ. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിലേ പോകത്തില്ല. വലിയ ചൂരലുപടിയുണ്ട്. ഇതിനെയൊക്കെ മേക്കണമെങ്കിൽ ഇത്ര തന്നെ വേണം. കിട്ടിയിട്ടുണ്ടാ?
ഇല്ല. ടീച്ചറിന്റെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടാ? ആ, എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? കിട്ടിയിട്ടില്ലേ? അല്ലേ? ഇതിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ചെല്ലുമ്പോ ഒന്ന്, ഓരോ 5 മിനിറ്റ് ഇടയിലും ഒന്ന്. ടീച്ചറിന് ഭയങ്കര ഇഷ്ടമാണ് ആ കാര്യം. ടീച്ചർക്ക് വ്യായാമത്തിന് പറ്റിയ ഒരാളവിടെ വേണം. ടീച്ചർക്ക് വ്യായാമം ചെയ്യാൻ ഒരാളവിടെ. അല്ല, ടീച്ചർ അടിക്കുമ്പോ അല്ലല്ല, ഞാൻ ബോട്ട് പണ്ട് ഇന്നലെ ബാപ്പ എന്നെ പണ്ട് കൊല്ലത്ത് പോകാനായിട്ട് വാപ്പായോ ഞങ്ങള് രണ്ടുപേരും കൊല്ലത്തേക്ക് പോവാറ്. അന്നേ ഒരു ബൈക്ക് ഒരു ഉത്താന്ന് പോവാ. അന്നേ ഞങ്ങള് കൊല്ലത്തേക്ക് പോകുന്നതായിട്ട് ഈ വാപ്പായി ഒരു ഉത്താനം പോയ അത്ത വാപ്പ. ഇത് എനിക്ക് എഴുതി ഞാൻ എൻ്റെ അഡ്രസ്സ് തരാം. എനിക്ക് അയച്ചു തന്നാൽ എപ്പോഴെങ്കിലും ക്ഷമയോടെ ഇരിക്കുമ്പോ ഞാൻ ഈ കഥ വായിക്കാം. പാപ്പയുടെ നൊട്ടിട്ട ഞാൻ പാപ്പായെ വിളിക്കുന്നത് പോടാന്ന്. പാപ്പ ഒരു ഞൊട്ട് കൊടുക്കുമ്പോ പാപ്പാനെ വിളിക്കണ ഓമന പേര് പോടാ എന്നാണ്. ഈ ടീമാണ് മറ്റേ പ്ലെയിൻകാരനാകാൻ പോണ ടീം. ഇപ്പൊ UKG പ്ലെയിൻകാരനാവൂല, പിന്നെ ആരാവും? അതേ പറ്റുള്ളൂ. അല്ലേ? എന്റെ മക്കളോട് പറയും, നീ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു സൈക്കിൾ വാങ്ങിത്തരും. അഥവാ തോറ്റാൽ 10 സൈക്കിൾ വാങ്ങിത്തരും. അല്ല, ഞാൻ പറഞ്ഞ ഇത് ജയിച്ചാൽ ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം, തോറ്റാൽ 10 സൈക്കിൾ മേടിച്ചു കൊടുക്കണം. ഒരു സൈക്കിൾ ഷാപ്പ് ഇട്ടേക്കണം. പഠിക്കണം. ആദ്യം വേണ്ടത് ക്ലാസ്സിൽ വെച്ചിരുന്നാ മതി. അപ്പൊ കുറച്ചാൾ കഴിയുമ്പോ അച്ഛനും വെച്ചിരിക്കോടാ. ഞാൻ ആകെ ക്ലാസ്സിൽ കയറൂലെന്ന്. ക്ലാസ്സിൽ പോണം, പഠിക്കണം, പഠിച്ച് മിടുക്കനാവണം. ഇല്ലേ? പാട്ടറിയോ? സിനിമ കാണാൻ കൊണ്ടുപോകാറുണ്ടോ? എനിക്ക് വണ്ടി ഫാസ്റ്റ് ഓടിക്കാം. എനിക്ക് ഒത്തി സൈക്കിൾ ബാപ്പ വാങ്ങിച്ചു തരും. ഒത്തി ക്യാമറ ബാപ്പ വാങ്ങിച്ചു തരും. തരും. തന്നിട്ടില്ല. തരും. വീട്ടിലേക്ക് ചെല്ലുമ്പോ ക്യാമറ തരും. ഇപ്പൊ തന്നെ തരും. ഇപ്പൊ തന്നെ വാങ്ങിത്തരാനുള്ള എല്ലാ ചാൻസും ഒപ്പിക്കുന്നുണ്ട്. പഠിക്കണം. ആദ്യം ക്ലാസ്സിൽ പോകുമോ? ഇല്ല. പിന്നെ എവിടെ പോകും? പഠിക്കാൻ ഇഷ്ടമല്ല. ശരിയാണോ? പഠിക്കാൻ പുറകോട്ടാണോ? ഇല്ല, കുഴപ്പമില്ല, പഠിക്കുന്നുണ്ട്. എനിക്കെല്ലാം മുട്ടത്തട്ടാ. പുള്ളിക്കെല്ലാം മുട്ടത്തട്ടാന്ന് പറഞ്ഞു. ആരാ വീട്ടിൽ പഠിപ്പിക്കുന്ന? ആരാ? ബാപ്പ. വഴക്കിടുവോ വിദ്യാമ്പലി? വെറുതെ ഇട്ട് അടിച്ചാ പോലെ ഇട്ട് തട്ടണം. നന്നായിട്ട് പറഞ്ഞാലൊക്കെ അനുസരിക്കണം. അവരൊക്കെ എന്താ വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത്? ചിക്കൻ ബിരിയാണി. ഉണ്ട കിട്ടും. ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. വീട്ടിലുണ്ടാക്കി കൊടുക്കാറാ? ചിക്കൻ ബിരിയാണി, എല്ലാം എനിക്ക് മൊത്തം 11ാം ക്ലാസ്സിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാ സൈക്കിളും എനിക്ക് വാങ്ങിച്ചു തരും. ബാപ്പായി ശക്തിയാ, എന്നാലും എനിക്ക് ശക്തിയാ. ഇവിടെ ഒരു സാധനം കിടപ്പില്ല. ഞാൻ 1-2 സാധനം തപ്പിയതാ. ചിക്കൻ ബിരിയാണിക്ക് മുമ്പ് എന്തെങ്കിലും ഒരു സാധനം ഞാൻ തരാമെന്ന് കരുതിയിരുന്നു. എന്തായാലും ഏട്ടാ ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുത്തു. കുഴപ്പമില്ല, പഠിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്ക് ആളുസാറാണ്. ഇവിടെ ഈ ഇത് കാണിച്ചെങ്കിലും പഠിക്കാനും മറ്റു കോമഡി പരിപാടിക്കൊക്കെ വിറ്റ ആള്. കോമഡിയാ? ആള് കോമഡി പാട്ടൊക്കെ പാടുമായിരുന്നു. ഒരു കോമഡി പാട്ട് പഠിക്കാൻ. ചായയോടൊപ്പം വീട് കളി കാലം വാങ്ങി കോഴിക്കോട് പാടി. എങ്ങനെ അശറഫ് മോനെ ചായക്കുടി. അങ്ങനെയല്ല, അശറഫ് മോനെ ചായക്കുടി, ചായയോടൊപ്പം വീട് വാലി, ഉമ്മയ്ക്ക് കാലേ വാതം മേടി, ഉപ്പായി കോഴിക്കോട് പാടി. കോഴിക്കോട് എന്ത് പേപ്പ പാടി. അപ്പൊ ഒന്ന് വീട്ടിൽ ചെന്ന് പാട്ടൊക്കെ പഠിച്ചു മിടുക്കനായിട്ട് പത്തനാപുരത്ത് ആന മാത്രമല്ല ഒരാൾ ഉണ്ടെന്ന് അറിയിക്കുക. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖമാണോ? എന്തൊരു ഒച്ച കേട്ടത്? നൊട്ട ഒടിച്ച് അമ്പടാ. വേദന എടുത്താ? നല്ല സുഖമുണ്ടാ? ആ, നൊട്ട ഒടിക്കുന്നത് നല്ലതാ.
തന്നെത്താൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ നൊട്ടയൊക്കെ പതുക്കെ ഇങ്ങനെ ഒടിച്ചു നോക്കുക. പേരെന്താന്ന് പറഞ്ഞത്? അൻസി. അല്ലേ? ബാപ്പച്ചിയുടെ പേരെന്താണ്? സുൽഫി. സുൽഫിക്കാർ. ഉമ്മച്ചിയുടെ പേരോ? റീന. റീന. നല്ല പേരാണ്. ബാപ്പച്ചിക്ക് എന്താ ജോലി? ബാപ്പച്ചി എല്ലാ ജോലിയും ചെയ്യും. എല്ലാ ജോലിയും ചെയ്യും. ഇന്ന ജോലിയൊന്നും ഇല്ല, എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ആളാണ്. ആര്? എന്താണ് കരയണത്? എന്തിനാ കരയണത്? എന്ത് വേണം? കൂട്ടുകാരെങ്കിലും ഉണ്ടോ? കൂട്ടുകാരന്റെ പേരെന്താണ്? അനന്തും ഗണേഷും. അനന്തും ഗണേഷുമാണ് നമുക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരി. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ആരാണ്? ഗൗരി. ഗൗരി. ഇവര് കൂട്ടുകാരന്മാർ രണ്ടുപേരും അല്ല, മൂന്നാമത്തെ ആളാണ് നന്നായിട്ട് പഠിക്കുന്നത്. ഗൗരിയെ പോലെ ആരണ്ട് കൂട്ടുകാർക്കും ഈ കൂട്ടുകാരനും ആകണ്ടേ? ക്ലാസ്സിൽ മിടുക്കനാവണ്ടേ? പഠിച്ച് ആരായി തീരണമെന്നൊക്കെ ചോദിച്ചാൽ ആരായി തീരണമെന്ന് അഭിമാനത്തോടെ പറയണ്ടേ? ക്ലാസ്സിൽ ടീച്ചറിന്റെ ഒക്കെ പേരുണ്ടാക്കണ്ടേ? സ്കൂളിന് പേരുണ്ടാക്കണ്ടേ? നമ്മുടെ നാടിന് പേര് വേണ്ടേ? അച്ഛനും അമ്മയ്ക്കും പേര് വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം കേട്ടോ. കൊട്ടാരക്കര കൊടകര വടകര നെയ്യാറ്റിങ്കര ചോറ്റാനിക്കര കൊടകര വടകര കൊടകര വടകര കൊട്ടാരക്കര ചോറ്റാനിക്കര കൊടകര വടകര കൊട്ടാരക്കര ചമ്പക്കര തൃക്കാക്കര ഇളമക്കര. അങ്ങനെ കുറേ കരകളുണ്ട്. അതിലൊരു കരയാണ് ഏത്? കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ നിന്ന് വന്നിരിക്കുകയാണ് പാപ്പാടെയും ഉമ്മാടെയും കൂടെ നല്ല മിടുക്കനായിട്ട്. അപ്പം അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു മിടുക്കനെയാണ് ആവശ്യം കേട്ടോ. ഗൗരിയെ പോലെ പഠിക്കണം. ടീച്ചറുടെ പേരെന്താണ്? രാജേശ്വരി ടീച്ചർക്ക് ഹായ് പറയൂ. കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും ഒരു ഹായ് പറയൂ. സുജ ടീച്ചറിന്, ശൈല ടീച്ചറിന്, രാജേശ്വരി ടീച്ചറിന്, സുജ ടീച്ചറിന് ഒക്കെ പറഞ്ഞു. എല്ലാവർക്കും ഹായ്. ഈ മധുരം കൂടുതൽ തിന്നുകൊണ്ടാണ് ഈ ഓർമ്മ വരാത്തത്. ഓർമ്മ വരണമെങ്കിൽ എന്താ പറഞ്ഞത്? അനിയന്റെ പേരെന്താണ്? ഞങ്ങൾ വിളിക്കുമ്പോ അല്ല അല്ല, അവനൊന്നും വേണ്ടി ഡാഡാന്ന് എന്നും വിളിക്കും. ഇക്കാന്ന് വിളിക്കില്ല. ഇക്കാന്ന് വിളിക്കണം. ഡാഡാന്നാണ് എപ്പോഴും വിളിക്കണത്. ഡാഡാന്ന് വിളിക്കരുത്. ഇക്കാ. അല്ല, അവിടെ വേറെ ശബ്ദം കേട്ടല്ല. അത് മനസ്സിലായി. അല്ലടാന്ന് കേട്ടല്ലേ വേറെ ശബ്ദം. അല്ലല്ല. ആ എടാന്നൊന്നും വിളിക്കരുത്. ഇക്കാ. എന്തിക്കാ? കൊല്ലത്തിക്ക. ആ കണ്ടാ തന്നെ പറയും ഇത് ഭയങ്കര ജോലി ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ആവരുത്. ഭയങ്കര ജോലിയൊക്കെ ചെയ്യണം. നല്ല ശക്തി വേണമെങ്കിൽ എന്ത് വേണം? എന്ത് കഴിക്കണം? കുടിക്കണം. നല്ല ശക്തി വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ അതെന്താ സാധനം? മാന്ത്രികക്കല്ല് ഉണ്ടെങ്കിൽ പിന്നെ പലർക്കിടയും വേണ്ട, മാർജിൻ ഫ്രീ മാർക്കറ്റും വേണ്ട. ആ മാന്ത്രികക്കല്ലും കയ്യിൽ വെച്ച് അവിടെ ഇരുന്നാ മതി. ഭയങ്കര ശക്തിയാ. ജാക്കിച്ചാനൊക്കെ ഈ മാന്ത്രികക്കല്ലും വെച്ച് വീട്ടിൽ ഇരുന്നെങ്കിൽ ഭയങ്കര ശക്തിയായേനെ. അവരൊക്കെ അറിയപ്പെട്ടത് എന്തേ? നിങ്ങളുടെ വീട്ടിൽ മാന്ത്രികക്കല്ലുണ്ടോ? മാന്ത്രികക്കല്ല് വേണോ? മാന്ത്രികക്കല്ല് തന്നാ എന്ത് ചെയ്യും? ശക്തി കിട്ടിയിട്ട് എന്ത് ചെയ്യും? ആരെയൊക്കെ? ഫസ്റ്റ് മാന്ത്രികക്കല്ല് കൊടുത്തിട്ട് ഞാൻ അടി മേടിക്കണതിന് തുല്യമാണ്. ഇതിന്റെയൊക്കെ കയ്യിൽ മാന്ത്രികക്കല്ല് കൊടുത്താൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നണ്ട. കിട്ടാഞ്ഞിട്ട് ഇതാണ് പാഠം. ഫസ്റ്റ് മാന്ത്രികക്കല്ല് ഞാൻ തന്നെ സംഘടിപ്പിച്ച് ഊഞ്ഞാൽ. അപ്പൊ ഏതായാലും മാന്ത്രികക്കല്ല് കയ്യിലേക്ക് കൊടുത്താൽ ആദ്യം എന്നെ അവസാനിപ്പിക്കും എന്ന് പറയുന്നു.
ഇതാണ് കുട്ടികൾ. അവർക്ക് പറയുന്നത് എന്താണെന്ന് അറിയുന്നില്ല, പക്ഷെ അവർക്ക് ഭയങ്കര ശക്തി വേണം, ശക്തിമാനാകണം എന്നൊരാഗ്രഹമുണ്ട്. ശക്തിമാനാവട്ടെ. ശക്തിയിൽ ഭീമനെ പോലെയും ആജ്ഞാശക്തിയിൽ സുഗ്രീവനെ പോലെയും കള്ളത്തരങ്ങളിൽ ശകുനിയെ പോലെയും ബുദ്ധിയിൽ ചാണക്യനെ പോലെയും ആകണം. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളാണ്. ഈ പ്രായത്തിൽ നമുക്ക് ചണകപുത്രനായ ചാണക്യനെ ഓർക്കാം. നല്ല ചാണക്യനായിട്ട് മാറണം, നല്ല ബുദ്ധിയുടെ ഉറവിടമായിട്ട് മാറണം. മാന്ത്രികക്കല്ല് എങ്ങനെയെങ്കിലും ഞാൻ അയച്ചു തരാം. എനിക്ക് ശക്തിയുണ്ട്. ആ ശക്തിയുണ്ട്. അതിപ്പോ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ റെഡിയാക്കി തരും. ബബിൾക്ക് നിന്നപ്പാ ആയിക്കോട്ടെ. സൂപ്പർ കിഡ്സിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികൾ നല്ല പാട്ടുപാടി, ചാലക്കുടി പാട്ടൊക്കെ പാടി ചാലക്കുടിയുടെ അഭിമാനമായി മാറി. മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന ഒരു സമ്മാനം. വീണ്ടും അടുത്ത ദിവസം കാണാം. ഇപ്പോൾ പറഞ്ഞ തമാശകൾ ജീവിതത്തിലെ നല്ല തമാശകളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യൂ. മോശമായ പ്രവൃത്തികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപേക്ഷിക്കാം. നല്ല തുടക്കം നമ്മൾ ആഗ്രഹിക്കുന്നു. ഒടുക്കം വരെ നന്നായിട്ട് ഇതൊരു തുടർച്ചയായിട്ട് നല്ല ശീലങ്ങൾ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ണണ്ടേ, ഉറങ്ങണ്ടേ, പിന്നെ നമുക്ക് കാണാം.